ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും നിലപാടുകൾ ശബരിമലയെ കുത്തുപാളയാക്കി. 6 ദിവസത്തെ വരുമാനത്തിൽ 9 കോടിയുടെ കുറവ്. എന്നിട്ടും പാഠം പഠിക്കാതെ നിരോധനാജ്ഞ മകരവിളക്ക് വരെ നീട്ടിയിരിക്കുന്നു. കലിയടങ്ങാതെ തന്ത്രിയോട് വിശദീകരണം ചോദിച്ച് കത്തും. ശബരിമല വിശേഷങ്ങൾ ഇങ്ങനെ. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന് 6 ദിവസത്തെ വരുമാനം പരിശോധിക്കുമ്പോൾ ഞെട്ടി 9 കോടി രൂപയുടെ കുറവ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളും പോലീസ് നടപടികളുടെയും പശ്ചാത്തലത്തിൽ തീർത്ഥാടകർ ശബരിമലയിലേക്കുള്ള വരവ് കുറച്ചതാണ് നടവരവിനെ പ്രതികൂലമായി ബാധിച്ചത്. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന 30 മുതൽ ജനുവരി 6 വരെ 20 കോടി രൂപ വരുമാനമായി ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇതേ സമയം 29 കോടി 64 ലക്ഷം രൂപയാണ് ലഭിച്ചത്. അരവണ വിറ്റ ഇനത്തിൽ ഈ വർഷം 9 കോടി 43 ലക്ഷം രൂപ ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇത് 10 കോടി 22 ലക്ഷം രൂപയായിരുന്നു. അപ്പം വിറ്റ ഇനത്തിൽ ഈ വർഷം 96,50,000 രൂപയും കഴിഞ്ഞ വർഷം 1 കോടി 58 ലക്ഷം രൂപയുമാണ് ലഭിച്ചത്. അഭിഷേക ഇനത്തിൽ ഈ വർഷം 26,45,000 രൂപയും കഴിഞ്ഞ വർഷം 28,67,000 രൂപയുമാണ് ലഭിച്ചത്. കാണിക്ക ഇനത്തിൽ ഈ വർഷം 8 കോടി 6 ലക്ഷം രൂപ ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇത് 9 കോടി 51 ലക്ഷം രൂപയായിരുന്നു. മണ്ഡല മകരവിളക്ക് കാലം ആരംഭിച്ച അന്നു മുതലുള്ള നടവരവും ശബരിമല വരുമാനവും ഗണ്യമായി കുറഞ്ഞിരുന്നു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച നിരോധനാജ്ഞയുടെ കാലാവധി മകരവിളക്ക് വരെ നീട്ടുവാൻ പോലീസ് തീരുമാനിച്ചു. 14-ന് അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ പ്രാബല്യത്തിലുണ്ടാകുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂർ അറിയിച്ചു. ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ ബാധകമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ യുവതികൾ ദർശനത്തിന് വരാൻ സാധ്യതയുള്ളതായും അവർക്കെതിരെ പ്രതിഷേധവും അക്രമവും ഉണ്ടാകാനിടയുള്ളതായും പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ 14-ാം തീയതി വരെ നീട്ടിയിരിക്കുന്നത്. ശബരിമല തന്ത്രിക്കെതിരെയുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഭീഷണിയും വെല്ലുവിളിയും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വളരെയേറെ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. പലരും കടുത്ത അസംതൃപ്തി ഇതിനോട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ അവയൊന്നും വകവയ്ക്കാതെ ദേവസ്വം ബോർഡിന് അനുമതിയില്ലാതെ ക്ഷേത്ര നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്ത് ബോർഡ് തന്ത്രിക്ക് കൈമാറി. ദേവസ്വം കമ്മീഷൻ സന്നിധാനത്തെത്തിച്ച വിശദീകരണ കത്ത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ വഴിയാണ് തന്ത്രിക്ക് കൈമാറിയത്. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഉൾപ്പെടെ തന്ത്രിക്ക് കടുത്ത പിന്തുണ നൽകിയ ഘട്ടത്തിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡും തന്ത്രിക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് ശബരിമല ക്ഷേത്രം. അതിന്റെ നടയടയ്ക്കുന്നതിന്റെയും ശുദ്ധിക്രിയ നടത്തുന്നതിന്റെയും ഉത്തരവാദിത്വവും അനുമതിയും ബോർഡാണ് നൽകേണ്ടത്. ആചാരലംഘനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും തന്ത്രി ബോർഡിന്റെ അധികൃതരോട് ആവശ്യപ്പെട്ട ശേഷം അവരുടെ രേഖാമൂലമുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലെ ഇത്തരം നടപടികൾ സ്വീകരിക്കാവൂ എന്ന് ദേവസ്വം കമ്മീഷണർ വാസു പറയുന്നു. തന്ത്രിയുടേത് തെറ്റായ നടപടിയാണ്. തന്ത്രിയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തന്ത്രി ദേവസ്വം ബോർഡിന് മുകളിലല്ലെന്നും ദേവസ്വം ബോർഡ് അംഗം പാറവിള വിജയകുമാർ പറഞ്ഞു. ഇന്നലെ അതിശക്തമായ ഭാഷയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. ചുരുക്കത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒറ്റക്കെട്ടായി തന്ത്രിക്കു നേരെ തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.